ശരി, ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ വാളയാർ കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജലജ മാധവൻ തത്സമയം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജലജ മാധവൻ, CBIയുടെ കുറ്റപത്രം കണ്ടിട്ട് എന്തു തോന്നുന്നു? ഏതൊക്കെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് എത്ര കണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ CBIക്ക് സാധിക്കുന്നത്? അഡ്വക്കേറ്റ് ജലജ, ഞാൻ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ CBIയുടെ റിപ്പോർട്ടിൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം അന്ന് വന്ന CBI ടീം എന്നോടുകൂടി സംസാരിച്ചതാണ്. അവർ ആ ചാർജ് ഷീറ്റിലുണ്ടായിരുന്ന അപാകതകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലുള്ള ഫാക്ട്സിനെ കുറിച്ചോ സംസാരിക്കുന്നതിൽ കൂടുതൽ സമയം അവർ താല്പര്യം കൊടുത്തത് അമ്മയുടെ സദാചാര വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കാനാണ്. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഏതാണ്ട് ഈ തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഈ കൊലപാതകം സാധ്യത തള്ളി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇന്നിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്ന റിപ്പോർട്ടുകളാണ്. അമ്മയുടെ സദാചാര വിചാരണയാണ് കാര്യമായി നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സദാചാര വിചാരണ നടന്നത് തന്നെ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീ മറ്റ് പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നമ്മളത് കണ്ടിരിക്കണം, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന മറ്റേ ആൾ ആ ലൈംഗിക ബന്ധത്തിലെ പങ്കാളിക്കാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളില്ലാതെ ഇത്തരം കൃത്യമായ ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്തരം ഒരു അപവാദം, അതൊരു അപവാദ പ്രചരണം തന്നെയാണ്. CBI ഇപ്പോൾ ചെയ്യുന്നത് ഒരു അപവാദ പ്രചരണം തന്നെയാണ്. CBIയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഈ കേരളത്തിലെ ഒരു മാസിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ആഘോഷിക്കുകയാണ്. ആ ആഘോഷമെല്ലാം തന്നെ ഒരു അപവാദ പ്രചരണമായി മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം കൃത്യമായൊരു തെളിവുകളൊന്നുമില്ല. ആ സ്ത്രീ മറ്റാരെങ്കിലുമായി ലൈംഗിക ബന്ധം പുലർത്തി എന്നതിന് പോലുള്ള തെളിവുകളൊന്നുമില്ല. ഇനി ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നത്, ഇതൊന്നും തന്നെ സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചല്ല. കാരണം എന്താണത്, ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഈ വിശദീകരണം കോടതിയിൽ പോകുമ്പം അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടി ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്രയും കാലം സംസാരിക്കാതിരുന്നത്. ഈ തെളിവുണ്ടാക്കാനൊരു സാധ്യത കാണുന്നത് ഇനി ഇതിൽ ഒന്നാം പ്രതിയുമായി അമ്മ അവിഹിത ബന്ധം പുലർത്തി എന്നാണ് അവകാശപ്പെടുന്നത്. ആരാണ് ഒന്നാം പ്രതി എന്ന് പോലും വ്യക്തമല്ല. ഒന്നാം പ്രതി, പഴയ കേസിൽ ഒന്നാം പ്രതി പ്രദീപ് ആയിരുന്നു. അയാൾ മരിച്ചുപോയ ആ മനുഷ്യനുമായിട്ടാണ് ഇവർ ലൈംഗിക ബന്ധം പുലർത്തിയെന്ന് ആരോപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപവാദം പറച്ചിലാണ്. കാരണം അത് ശരിയാണോ അല്ലയോ എന്ന് പറയാൻ ആ മനുഷ്യൻ ഇപ്പം ഇല്ല. ഇനി പറയാൻ പറ്റുന്നത് ഇപ്പം നിലവിലുള്ള രണ്ട് പ്രതികളാണ്. അതിൽ വലിയ മധുവും പിന്നെ വേറെ രണ്ട് പേരാണ്. ഇതിൽ മധു എന്ന് പറയുന്നത് അവരുടെ ചേച്ചിയുടെ മകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ പ്രതിയുടെ ഒരു കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഇങ്ങനെയൊരു കണ്ടെത്തലാവാം. എങ്കിൽ പോലും ഈ കേസിൽ അത് ആ പ്രതിയുടെ കുറ്റസമ്മതത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ പ്രതിയുടെ പേരിലെ വിചാരണ നടന്നു കഴിഞ്ഞതാണ്. ഈ പ്രതികളുടെ പേരിൽ ആത്മഹത്യാ കുറ്റത്തിന് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇനിയൊരു വിചാരണ നടക്കില്ല. പിന്നെ ഒരേ ഒരു ചാർജിൻ്റെ മീത് 2 പ്രാവശ്യം ഒരാളെ ട്രയൽ നടത്താൻ പറ്റില്ല, ഡിനോവ ട്രയലാവും. അതുകൊണ്ട് തന്നെ ആ പ്രതിയുടെ ഇനിയുള്ള കുറ്റസമ്മതത്തിന് അതൊരു ശരിയായ ഒരു കൺഫെഷൻ്റെ മോഡൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.